ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വീടിൻ്റെ തൊടിയിൽ ഇത്തിരി പാവക്ക കൃഷി ചെയ്യുകയാണ്. ഒരു 3-4 സ്ഥലത്ത് 3 കുഴി എടുത്തിട്ട് വെച്ചിട്ടാണ്. അതിനകത്ത് കുഴിയെടുത്തിട്ട് ഒരു 1.5 അടി താഴ്ചയിൽ കുഴിയെടുത്ത് പറമ്പിലുള്ള ഇലയും പുല്ലെല്ലാം പറിച്ച് അതിനകത്ത് കൊണ്ടിട്ട് മൂടി അതിൻ്റെ മുകളിൽ ഇത്തിരി കക്കാപ്പൊടിയിട്ട് മണ്ണിട്ടിട്ട് കുറച്ച് ചാണകപ്പൊടി വെച്ചിട്ട് വിത്ത് വെച്ച് മുളപ്പിച്ചതാണ്. അത് നല്ല ഇതായിട്ട് നല്ല ഇനത്തിൻ്റെയാണ്. ഇനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് 1 അടി 1.25 അടി നീളം വരും. ഇതിൻ്റെ കായ്ക്ക് നല്ല വലിപ്പമുള്ള കായ കണ്ടു കഴിഞ്ഞാൽ ഇത് വെള്ളയാണ്, പച്ചയല്ല, വെള്ള കയ്പ്പയ്ക്ക. ഒരു 1.5 അടി 2 അടി വരെ 1.25 അടി വരെ നീളമുള്ള കയ്പ്പയ്ക്കയാണ്. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു 1.5 മാസമായി. 1.5 മാസത്തിനകത്താണ് കായ പിടിക്കാൻ തുടങ്ങിയത്. ഇഷ്ടംപോലെ കായുണ്ട്. പിന്നെ നല്ലവണ്ണം നനച്ച് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് കേട് കുറവാണ്. പിന്നെ ഈ കായ്ക്കകത്ത് പെട്ടെന്ന് ഒരു പ്രാണിയുണ്ട്, ഒരു മഞ്ഞയും കറുപ്പായിട്ടുള്ളൊരു പറന്നു വരുന്നൊരു പ്രാണിയുണ്ട്. അത് വന്ന് കുത്തി അതിൻ്റെ ഇത് കളയുന്നതേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമില്ല. ഇനി നമ്മളെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിനകത്ത് ചുരുക്കയും സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് തുണി വെച്ചായിരിക്കും കലക്കിയിട്ട്. അത് കഞ്ഞിവെള്ളം ഒരു 3-4 ദിവസം പഴക്കമുള്ളതാണ്. ഞങ്ങൾ എല്ലാ കൃഷിക്കും അതാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ടത് കഞ്ഞിവെള്ളം ഒരു 4 ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം കട്ടി കുറച്ചിട്ട് അതിനകത്ത് ചുരുക്കയും സോഡാപ്പൊടി കുറേ സോഡാപ്പൊടിയും ചുരുക്കയും ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തുണി വെച്ചായിരിക്കണം. അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ അതിനകത്ത് കരട് കയറും. എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മതി. അത് തുടക്കം തൊട്ട് സ്പ്രേ അടിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. എന്നിട്ട് ഇത് കൂടുതൽ വരുമ്പോൾ പ്രാണി കുത്തും. അപ്പോൾ നമ്മൾ പേപ്പറിനകത്ത് കൂട് പോലെ കെട്ടി അതിനകത്തങ്ങ് ഇടുമ്പം നല്ല ഈ വെള്ള കളർ എന്ന് പറഞ്ഞാൽ നല്ല കളറും കിട്ടും. നല്ലവണ്ണം പിടിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ വീട്ടിൽ സ്ഥലം ഉണ്ടെങ്കിൽ മുകളിൽ വാർക്കയുടെ മുകളിൽ സൂര്യപ്രകാശത്തിൽ കിട്ടണം. പിന്നെ നല്ലവണ്ണം പിടിക്കും. നല്ലവണ്ണം വളം ചെയ്ത് കൊടുക്കുക. വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും വെള്ളം 2